കളിക്കല്ലേ, ഒരു പെണ്ണല്ലേ, പെണ്ണ്. എനിക്ക് പെണ്ണ് കൊണ്ടുവരില്ല, എന്താ പെണ്ണ് കൊണ്ടുവരില്ല, പെൻസിൽ കൊണ്ടുവരില്ല, റബ്ബർ കൊണ്ടുവരില്ല, കട്ടർ കൊണ്ടുവരില്ല, ഒന്നും കൊണ്ടുവരില്ല. എന്നിട്ട് മറ്റുള്ളവരോട് വന്നാൽ ഇങ്ങനെ ഇറക്കുന്നു. ദേഷ്യം പിടിക്കുന്ന മുട്ടായ ഒരു പെണ്ണുണ്ടാവും. നാളെ ഞാൻ മുട്ടായി വാങ്ങിത്തരാം. ₹1 ₹1 മുട്ടായിയോ? ആർക്കാണോ? എൻ്റെ വലിയപ്പ കൊണ്ടേ കൊടുക്ക്. എന്നാൽ ₹5 വാങ്ങിത്തരാം. ഒരു പെണ്ണേരം. ഓ, എന്തെങ്കിലും ഒന്ന് കിട്ടോ അവിടുത്തെ തലക്കൊന്ന് കൊടുക്കാൻ. ഒരു ₹5 പെണ്ണി. എഴുതിയിട്ട് തരട്ടോ. ഓ, എന്തൊരു ദേഷ്യ ഭദ്രകാളിക്ക്. ഒരു വീട്ടിലൊന്നും തന്നെ ആയിരിക്കൂ. ഓ, വാർത്തയൊക്കെ നോക്കണ്ട, കണ്ടിട്ട് തന്നെ പേടിയാണ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഒരു ചെക്കന് മോളെ എന്ത് അടിപൊളി അറിയോ കാണാൻ, എന്ത് സ്റ്റൈലാണ് അവനെ കാണാൻ. ചമ്മോ, ഞാൻ ഈ ജീവിതത്തിൽ ഇങ്ങനെ എത്ര സ്റ്റൈലുള്ള ചെക്കൻ ഞാൻ കണ്ടിട്ടില്ല. അത്ര സ്റ്റൈല്. നിർത്ത്. കുറേ നേരമായി തള്ളി മറിക്കുന്നത്. എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. കുറേ നേരമായല്ലോ. ഒന്ന് ഫുട്ടാണോ തിന്നത്? തള്ളി മറിക്കണ്ടല്ലോ അല്ലാണ്ട്. അതല്ലടി, സത്യമായിട്ടും ഞാൻ തള്ളല്ല. ഇതെപ്പോഴും പറയുന്ന പോലെ അല്ല, സത്യം. എൻ്റെ മോളെ, മോനെ എന്ത് സ്റ്റൈലാ മോളെ. ഇങ്ങനെ ഓക്കെ വയ്യ, പറയാതെ എൻ്റെ കയ്യിലില്ല, അത്രയും മുഞ്ചിട്ട്. എന്നിട്ട് എന്താ വെച്ചാലേ, ഓൻ എന്നെ മോളെ എന്നെ ഒരു നോട്ടിട്ടിക്കോ. ഓന് വേറെ എത്ര സ്റ്റൈലുള്ള പെൺകുട്ടികളുണ്ട് ബസ് സ്റ്റോപ്പിൽ. നല്ല അടിപൊളി പെൺകുട്ടികളൊക്കെ ഉണ്ട്, എന്നെക്കാട്ടി സ്റ്റൈലുള്ള പെൺകുട്ടികളുണ്ട്. പക്ഷെ എന്താ അറിയില്ല, എന്നോട് എന്തോ ഒരു ഇതുണ്ടോ എനിക്ക്. തള്ളാണ്, ലോക തള്ളി സ്കൂളൊന്നും പൊളിച്ചിടൂലായിരിക്കും. എന്നിട്ട് എന്നോട് പറയാൻ വേറൊരു പെണ്ണ് ഓനെ നോക്കി. അത് നല്ല മൊഞ്ചുള്ളൊരു പെണ്ണ്, എന്തല്ല സ്റ്റൈലാണ്. ആ പെണ്ണ് ഇങ്ങനെ നോക്കണ്ടേ ഓനെ, ഇങ്ങനെ കണ്ടോണ്ട് കൈകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കണൊക്കെ ഉണ്ട്. പക്ഷെ ഓൻ വികണ്ടേ, ഓനിക്ക് പറ്റണില്ല അവളെ എന്തൊക്കെയോ. പക്ഷെ എന്നെ അവനിക്ക് പറ്റിയിരിക്കണേ. ഇന്നും മിക്കവാറും ഓൻ ആ ബസ് സ്റ്റോപ്പിലുണ്ടാവും. ആണില്ലേ? ആയിക്കോട്ടെ. എന്നിട്ട് നീ ബസ് സ്റ്റോപ്പിലൊക്കെ പോകണുണ്ടാവും. പിന്നെ അല്ലാണ്ട് ഇന്ന് പോകണം ബസ് സ്റ്റോപ്പിൽ. കുറച്ച് നല്ല സ്റ്റൈലാക്കിയിട്ട് പോകണം. എൻ്റെ അടുത്തുള്ള ആ ലിപ്സ്റ്റിക്കും പിന്നെ ആ പൗഡറില്ലേ, പൗഡർ ഒന്ന് തരണം കേട്ടോ. കുറച്ച് പൗഡറും കൂടി കിട്ടിയാൽ മൊഞ്ചാക്കിയിട്ടൊക്കെ പോകാമല്ലോ. ഒന്ന് നോക്കുകയാണെങ്കിലോ. അല്ലെങ്കിലും ഒന്ന് നോക്കൂ, കാരണം ഇന്നലെ നോക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ലിപ്സ്റ്റിക്കും പൗഡറൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഇന്നലെ ഓന് നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കുന്നുണ്ട്. അത്ര ഇഷ്ടമായിരിക്കും എനിക്ക്. എന്നാലും ഇന്ന് കുറച്ചും കൂടി മൊഞ്ചാക്കാമല്ലോ. ആയിക്കോട്ടെ, തരാം. തരാം. അങ്ങനെങ്കിലും അവൻ്റെ കൂടെ പോയേക്കും. എന്നാലെങ്കിലും കുറച്ച് ദിവസം സ്കൂളിൽ ലീവ് കിട്ടുമല്ലോ, ശല്യവും കുറയും. ഓ, സമാധാനം. ഗുഡ് മോർണിംഗ് മിസ്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആരാണെന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത്? ഞാൻ വായിക്കാം മിസ്. ഞാൻ വായിക്കാം മിസ്. ഇവിടെ ആരും നമ്മളെ വിചാരോ നോക്കിക്കോ. ഇന്ന് ഞാൻ വായിച്ചു കണ്ടിരിക്കും. ഇവിടെ എപ്പോഴും വലിയ സംഭവമാക്കല. ഇന്ന് ഞാൻ വായിക്കൂ. അടുക്ക് മിസ്. ഇന്ന് ഞാൻ വായിക്കാം. എപ്പോഴും ഓളല്ല വായിക്കല്. ഇന്ന് ഞാൻ വായിക്കട്ടെ. ഓക്കെ, ആരായാലും കുഴപ്പമില്ല, നന്നായി വായിച്ചാൽ മതി എന്ന് മാത്രം. വായിക്കാനുള്ള അവസരം എല്ലാവർക്കും തരും. പിന്നെ ആ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് വായിക്കാൻ നോക്കണം കേട്ടോ. ഇതെന്താ നോക്കിയിരിക്കുന്നത്? വേഗം വായിക്കാൻ നോക്ക്. ബിഫോർ കമ്മിങ് ദി ബ്ലാക്ക് പാന്തർ T'Challa traveled the world and studied at the best universities. A journey that also. ഇത്രയായിട്ടും വായിക്കാൻ പഠിച്ചിട്ടില്ലേ? ഓക്കെ, നിന്റെ ഹോംവർക്ക് ഒന്ന് കാണിക്ക്. ടീച്ചർ, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലേ? മറന്നുപോയി.
മലന്ന് പോയി എപ്പോഴും ഒരു എക്സ്ക്യൂസ്. ഇനി നീ നല്ലോണം വായിച്ച് കേൾപ്പിക്കാതെ അതുപോലെ ഹോംവർക്ക് ചെയ്ത് എന്നെ കാണിക്കാതെയും ക്ലാസ് കയറണ്ട. ഓക്കെ, സ്കൂളിലേക്കൊന്നും പറഞ്ഞ് പോന്നോളും ബാക്കിയുള്ളവരെ സമയം എനിക്കെടുത്താൻ. ഗെറ്റ് ഔട്ട്. ആ എന്താടി? പെൻസിലുണ്ടോ? പെൻസിലുണ്ടോ? ഒന്നേ ഉള്ളൂടി. എടി പെൻസിലുണ്ടോ? ഒരു പെൻസിൽ. നീ ഇന്നും പെൻസിൽ ഉണ്ടാകുന്നില്ലേ? ഉണ്ടേനും എടുത്ത് വെച്ചിന്, മറന്നുപോയതാ. അല്ല, പുരയിൽ എടുത്ത് വെച്ചിനു, ബാഗിലേക്ക് വെക്കാൻ മറന്നുപോയി. ഉണ്ടോ? അത് തരുമോ? പേന മതിയോ? അതും കൊണ്ടാ തിരിച്ചു തരണേ. തരുമോ? ഇല്ല, ഞാൻ പോകുമ്പോൾ എന്തായാലും തരും, സത്യം തരും. ഉണ്ടോ? കണ്ടോ? എന്തല്ല, സുഖാണോ? കുറേ ദിവസമായില്ല എന്നെ കാണാത്തത്. നീ സ്കൂളിൽ വരത്തില്ലേ? ആ, അതോ? എടി എനിക്ക് പനിയേനു, അതാ ഞാൻ ലീവായത്. ഡാ, നീ എവിടെ ആയിരുന്നു ഇത്രയും ദിവസം? കാണാനില്ലായിരുന്നല്ലോ, കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. അതെന്താ പറ്റി? നീ എന്താ വരാണ്ടായി പോയത്? അതൊന്നും പറയണ്ട മോളെ, പറയാനാണെ കുറേ ഉണ്ട്. എന്താന്ന് വെച്ചാലേ, പപ്പല്ലേ എൻ്റെ പപ്പ. പപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു മോളെ. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇതെന്തൊക്കെ സാധന കൊണ്ടുവന്നത്. കഴിഞ്ഞ തവണ കൊണ്ടുവന്നതിനെക്കാട്ടിയും കുറേ ഉണ്ട്, എണ്ണാൻ പോലും പറ്റില്ല, അത്രയ്ക്കുണ്ട്. വലിയ 2 പെട്ടി. ചമ്മോ, നമ്മുടെ വീടിൻ്റെ വാതിൽ കട്ടലിൻ്റെ ഉള്ളിൽ കൂടി പോലും കിടക്കുന്നില്ല, അത്രയും വലിയ പെട്ടി. ഇത്രയും സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നെങ്കിലും എനിക്ക് കൊണ്ടുത്തരണ്ടേനോ? നല്ലോണം കണ്ണും കൂടി കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇനിയിപ്പോൾ അതും കൂടി കൊണ്ടു കൊടുത്തിട്ട് ഇപ്പോൾ വാച്ചിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുകളിലേക്ക് നോക്കിയിട്ടായിരിക്കും വാച്ച് നോക്കല്. എന്താടി, എനിക്ക് വാച്ച് കൊണ്ടുതരാ? ആടി, വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് ഞാനൊരു വാച്ച് കൊണ്ടുതരാം കേട്ടോ നാളെ. ആടി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ, എനിക്ക് വയ്യ, ഞാൻ നാളെ വാച്ച് ഇട്ടിട്ട് സമയം നോക്കി മരിക്കും. ഓ, ഇവിടെ കൊണ്ട് തോറ്റു. ഇത് ചിക്കൻ കറി. അടിപൊളി ഇപ്പേരുണ്ട്, വേണോ? അതിനെന്താ, ഞാൻ നാളെ നല്ലൊരു അടിപൊളി വെറൈറ്റി ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. ഇല്ല, എപ്പം പറയില്ല, എല്ലാവർക്കും തരാം. അന്നേരം ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും അറിഞ്ഞാൽ മതി, അല്ലാണ്ട് ഇപ്പം ഞാൻ പറയില്ല, സസ്പെൻസാ.
എടാ ചോറിൽ കറിയൊന്നുമില്ലേ? അതെന്താ പച്ചച്ചോറ് തിന്നുന്നേ? ഏയ് ഒന്നുമില്ലടി, ഒന്നുമില്ല. എനിക്ക് പച്ചച്ചോറ് ഇഷ്ടമാണ്, അതാ ഞാൻ അങ്ങനെ തിന്നുന്നേ. വേറെ ഒന്നുമില്ല. എടി കറി വേണമെങ്കിൽ ഞാൻ തിരി തരാം. അതെന്താ കൊണ്ടാ? പാത്രം കാട്ടി ഞാൻ കറി തരാം. ഏയ് വേണ്ടടി വേണ്ട, കറിയൊന്നും വേണ്ട, ഞാൻ തിന്നോളാം. എനിക്കിഷ്ടം അങ്ങനെ തിന്നാനേ, അതാ. ആണോ? ആ ആ ആ ആയിക്കോട്ടെ. ആ ആ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. പണ്ടത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിൽ പല തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വല്ല തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വെച്ചാൽ വീഡിയോക്ക് ചിലപ്പം പല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ വന്നിട്ടുണ്ട്, അപ്പോൾ ഓരോ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. പിന്നെ ആണെന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഷീറ്റിൽ ഇങ്ങനെ വെള്ളം വെക്കുന്നുണ്ട്, ആ സൗണ്ടും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ. ന്യൂ അഡ്മിഷനാ? ആണോ? ആ എന്താ പേരെന്താ? ഓ ഓ ഓ ആ എൻ്റെ പേര് അനഘ. തട്ടമിട്ട അനഘ.